വഴുതന ബജ്ജി ഉണ്ടാക്കാൻ പോകണം. വഴുതനങ്ങ ഏതാണ്ട് ഒരുവിധമായിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി സാധാരണ മാവിനകത്തുള്ള മുക്കി ഇടാറ്, നമ്മൾ മാവിനകത്ത് മുക്കി ഇടുന്നില്ല. മുട്ട അടിച്ച് അതിനകത്ത് മിക്സ് ചെയ്ത് നമ്മളെല്ലാ സാധനങ്ങളും ചേർത്തിട്ട് വഴുതനങ്ങ ബജ്ജി ഉണ്ടാക്കാൻ പോകണം. അപ്പം നമ്മൾ തിന്നാത്ത ആൾക്കാർക്കും തിന്നാൻ നല്ല സ്വാദായിരിക്കും. ഇതൊക്കെ നല്ലതാണ് എല്ലാവർക്കും, വലിയവർക്കും ചെറിയവർക്കും ഒക്കെ ശരീരത്തിൽ ഗുണം ചെയ്യുന്നത് വഴുതനങ്ങ. അതിന് നല്ല പ്രോട്ടീനൊക്കെ ഉള്ളതാണ്. അപ്പം നമ്മൾ വൈകുന്നേരം ഉണ്ട് ഞങ്ങളിപ്പോൾ പൊട്ടിക്കാൻ പോണേ. എന്താ നമ്മുടെ വഴുതനങ്ങ ഇതൊക്കെ നമ്മൾ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ്. ഇപ്പം ഇത്രയും കിട്ടി, ഇനിയുണ്ട്. നമുക്ക് 2 കട വഴുതനങ്ങയുണ്ട്, ബാക്കിയത്തേക്ക് മഴ വന്ന് ചീത്തയായിപ്പോയി. ഇത് മതി കേട്ടോ നമുക്ക് വഴുതനങ്ങ. ഇനി ഇത് കഴുകി വെടുപ്പാക്കി നമ്മൾ ബജ്ജി ഉണ്ടാക്കാനായിട്ട്. സാധാരണ മാവിനകത്ത് മുക്കിയിട്ടാണ് ബജ്ജി ഉണ്ടാക്കാറ്. നമ്മൾ മാവ് ഉപയോഗിക്കാണ്ട് മുട്ടയിൽ മാത്രം ആയിട്ട് നമ്മൾ ബജ്ജി ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് പോവാം. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ സാമ്പാറിനൊക്കെ ഒരു വഴുതനങ്ങ കിട്ടിയാൽ നമ്മൾ അതൊന്നും കാട്ടിയാലായിട്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ശരീരത്തേക്ക് ചെല്ലാവുന്നത് പോഷാംശമുള്ള സാധനങ്ങളൊന്നും കാട്ടിയാലായിട്ട് അടങ്ങിയ സംഭവമാണിത്. മുളക് ബജിയേക്കാളൊക്കെ നല്ല സൂപ്പർ സാധനം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് കനം കുറവാണ്, കണ്ട അടർന്നു പോകും. ശരിക്കും കണ്ടേ നല്ല പാകത്തിനുള്ളതാണ്, മൂക്കറ്റില്ല. നമ്മൾ മുട്ടയിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പിട്ടാൽ മതി കേട്ടോ. മാവൊന്നും മറ്റേ കടലമാവോ മറ്റേ മാവോ ഒന്നും വേണ്ട. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുക്കാൽ ടീസ്പൂൺ മതി, 1 ടീസ്പൂൺ വേണ്ട, മുട്ടയിൽ ചേർക്കണമെന്നില്ല. 1/4 ടീസ്പൂൺ ഉപ്പ്, വിനാഗിരി ഒഴിക്കാം. പറ്റി വഴുതന വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനെല്ലാം ഉണ്ട്, ഞങ്ങൾ 2 പേരുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഇതൊക്കെ മതി കേട്ടോ. അപ്പം നിങ്ങൾ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ അതിനനുസരിച്ച് ഉണ്ടാക്കാം. നമ്മൾ ബജ്ജി ഉണ്ടാക്കാൻ പോകും കേട്ടോ. മുട്ടടിച്ച് വെച്ചിട്ടുണ്ട്. നീളം കൂടിയല്ലേ.
നമ്മൾ മസാല ഇട്ട കാരണമാണ് നമുക്ക് ഈ കളർ വരുന്നത് കേട്ടോ. ഇതൊക്കെ എങ്ങനെയെങ്കിലും നമ്മുടെ മക്കൾക്ക് വിറ്റാമിൻ കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ അവർ കഴിച്ചോളും. ഇതിന് ഭയങ്കര നീളമായി, അപ്പം ഞങ്ങളൊന്ന് പീസാക്കിയതുണ്ട്. നമ്മൾ വേറെ കൊടുക്കാനല്ലല്ലോ. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പരമാവധി ശ്രമിക്കുക. നമ്മളിത് മീൻ വറുത്ത പോലെ ഇരിക്കും കേട്ടോ. മസാലയൊക്കെ പറ്റി എടുത്ത കാരണം, എന്നിട്ട് മസാല പറ്റിയിട്ടാണ് നമ്മളിത് മുട്ടയിൽ മുക്കി ഇടണേ. അപ്പം ശരിക്കും പറഞ്ഞാൽ മീൻ വറുത്ത പോലെ ഈ സംഭവം ഇരുന്നോളും. കണ്ട, അപ്പം നമുക്കിത് നല്ല ചൂടാണ്. കേൾക്കണ്ട, നന്നായിട്ട് വാടി നമ്മളെ മസാല പറ്റിയാലും എരിവും പുളിയും ഉപ്പൊക്കെ ശരിക്കും ഇതിലേക്ക് കയറി. ഇപ്പം നമ്മളൊരു വഴുതനങ്ങ 2 വഴുതനങ്ങയൊക്കെ വീട്ടിലുണ്ടായാലും കടയിൽ നിന്ന് കിട്ടിയാലും മീൻ വറുക്കണ പോലെ ഇങ്ങനെ വറുത്ത് കുട്ടികൾക്ക് കൊടുക്കുക. ഊണിൻ്റെ ഒരു സൈഡിൽ നമുക്കിത് വെച്ച് കൊടുത്താൽ മീൻ പോലെ ഇരുന്നോളും. അതേപോലെ കഴിച്ചോളും കുട്ടികൾ. വലിയവർക്ക് കഴിക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ.